ഗുഡ് മോർണിംഗ്. പുറത്ത് രാവിലെ നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മള് 5 മണിയായിട്ടുണ്ട്. ചോറ് ഇന്നലെ രാത്രിയിൽ ഒന്ന് തിളപ്പിച്ച് തർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എടുത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് വെക്കാനായിട്ട് പോവുകയാണ്. ഇന്നലെ വൈകിട്ട് തൊട്ട് തുടങ്ങിയതാണ് ഒരു മഴ. ഇനിയിപ്പം മഴയുടെ സമയമാണെന്നാണ് തോന്നുന്നത്. നമ്മൾ ദോശയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. അരിയൊക്കെ അരച്ച് രാത്രിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അരി കുറച്ച് താമസിച്ചാണ് അരച്ചത്, കറണ്ടില്ലാത്ത കാരണം. അതുകൊണ്ട് മാവ് അങ്ങോട്ട് അധികം പൊങ്ങിയിട്ടില്ല. പൊങ്ങാനായിട്ട് ചെറിയ ബബിൾസൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ചോറ് കൊണ്ടുപോകാനായിട്ടൊന്നും മെഴുക്ക് വരട്ടി വെക്കാനായിട്ട് പോവാണ്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ടൊന്ന് എടുക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയാണെന്ന് തോന്നുന്നത്. തോരാത്ത മഴ. രാത്രിയിൽ ഫുള്ള് മഴയായിരുന്നെന്ന് തോന്നുന്നു. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നുകൂടെ വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കും. ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒന്ന് കഴുകിയെടുക്കും. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കഴുകി എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളെ ഒരു സവാള അരിഞ്ഞെടുക്കുന്ന സമയം വരെ ഈ വെള്ളത്തിലൊന്ന് കിടക്കട്ടെ. പണ്ടൊന്നും അറിയത്തില്ല, അത് നമ്മൾ തൊലി കളഞ്ഞിട്ട് കഴുകിയുള്ളായിരുന്നു. പിന്നീടാണ് ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ അറിയുന്നത്. സ്റ്റാർച്ച് ഉണ്ടെന്നറിയാം, ഞാനിത് ഇത്രമാത്രം ദോഷമാണെന്നൊന്നും പണ്ടറിയില്ലായിരുന്നു. കുറച്ച് തേങ്ങാക്കൊത്തൂടെ ഇടുന്നുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഈ തേങ്ങാക്കൊത്തിടുന്നത്. നമ്മൾ വെള്ളത്തിൽ നിന്ന് ഒന്ന് കഴുകി എടുക്കുകയാണ്. അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കുറേ പോയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ. സാധാരണ പച്ചക്കറിയൊന്നും നമ്മൾ അരിഞ്ഞിട്ട് കഴുകാറില്ല. പക്ഷേ ഉരുളക്കിഴങ്ങ് അങ്ങനെ മണ്ണിനടിയിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞിട്ട് വേണം കഴുകാൻ. പൊടികളൊക്കെ ഇതിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുത്ത് ഇളക്കി വെക്കുകയാണ്. മുമ്പ് ഞാൻ എണ്ണയിലിട്ടായിരുന്നു
ചൂടാക്കിയിട്ടായിരുന്നു ചേർത്തുകൊണ്ടിരുന്നത്. ഞാൻ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ ആദ്യകാല വീഡിയോയിലൊന്നാണത്. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മെഴുക്ക് പുരട്ടിക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായില്ലായിരുന്നു. ചൂടാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. രാവിലെ എല്ലാവർക്കും പോകണമുണ്ട്. എത്ര രാവിലെ എഴുന്നേറ്റെന്ന് പറഞ്ഞാലും ഒരു വെപ്രാളമാണ്. അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ചായ ഇടാനായിട്ട് പാലും വെള്ളവും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇലത്തേയിലയാണ്, അത് കാരണം തേയില ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം അടച്ചു വെക്കേണ്ടി വരും കളർ ഇളകാനായിട്ട്. നമ്മൾ മാവിൽ ഉപ്പ്, സോഡാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് പൊങ്ങിയിട്ടില്ല, തണുപ്പൊക്കെ ആയിരുന്നുകൊണ്ടായിരിക്കും. പിന്നെ രാത്രിയിൽ കുറേ വൈകിയാണ് അരച്ച് വെച്ചത്. ഞാനിപ്പോൾ സോഡാപ്പൊടിയും ചേർക്കുന്നതിന് മുമ്പ് എന്നും കുറച്ച് മാവ് ഇനി മാറ്റി വെക്കാറുണ്ട്. എല്ലാ ആവശ്യം വന്നില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് പുളിച്ചു പോകുന്നതുകൊണ്ടാണ് അങ്ങനെ മാറ്റി വെക്കുന്നത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം അനങ്ങാതെ അടച്ചങ്ങ് വെക്കും. അപ്പോൾ ഇത് കുറച്ച് പൊന്തി വരും. അതിനുശേഷം എടുത്താണ് ദോശ ചുടുന്നത്. ഉരുളക്കിഴങ്ങ് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയാണ്. ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ചായയും തിളച്ചിട്ടുണ്ട്. ദോശയ്ക്ക് ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി ഇട്ടിട്ടാണ് ഇന്ന് ചമ്മന്തി അരയ്ക്കുന്നത്. കാന്താരിയുള്ള കാരണം മിക്ക ദിവസവും കാന്താരി ചമ്മന്തി ആയിരിക്കും. ഇന്ന് ചുമന്ന ചമ്മന്തി ആയിക്കോട്ടെ. ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കുറുകിയ ചമ്മന്തിയെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം കുറച്ച് ലൂസായ ചമ്മന്തിയാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാനായിട്ട് ഇഷ്ടം. അതുകൊണ്ടാണ് കുറച്ച് ലൂസായിട്ടിരിക്കുന്നത്. ഉരുളക്കിഴങ്ങൊക്കെ റെഡിയായിട്ടുണ്ട്. നമ്മൾ മെഴുക്ക് പുരട്ടിയൊക്കെ അങ്ങ് മാറ്റുകയാണ്. ചമ്മന്തി ഒന്ന് ചൂടാകാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ചമ്മന്തിക്ക് കടുക് വറുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇന്നലത്തെ കുറച്ച് ബീഫ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ചോറിന് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ചമ്മന്തി അരയ്ക്കാനായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ദോശപ്പാൻ ചൂടായിട്ടുണ്ട്. ആദ്യം ഞാൻ നെയ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. മോന് നെയ് റോസ്റ്റാണ് ഇഷ്ടം, അവന് നെയ് റോസ്റ്റാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ വലിയ പാൻ വാങ്ങിയത് തന്നെ നെയ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോനുള്ള നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ദോശ കൂടി ഉണ്ടാക്കണം. എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ ഏകദേശം കഴിയാറായി. ഫ്ലാഷ് ലൈറ്റൊക്കെ ഓഫായി പോയിട്ട് കുറേ നേരമായി. അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞു വ്ലോഗ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.